ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ വീണ്ടും ക്ലാസ്സുകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ PSC ക്ലാസ്സുകളോടൊപ്പം തന്നെ ഹിന്ദി, അതായത് കേറ്ററ്റ്, HSA ഹിന്ദി, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം കേറ്ററ്റിനും അതുപോലെ തന്നെ HSAക്കും ഒക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ കുറവാണ് അല്ലേ. ഹിന്ദി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഹിന്ദി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. അപ്പം ഇതുമായിട്ട് ഞാനൊരു എക്സാമിന് വേണ്ടിയിട്ട് തന്നെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഗുണമാകുമെങ്കിൽ, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ആകുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്ലാസ് ഒന്ന് ഇടാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കേട്ടിട്ട് 3A 4 HSA ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഗോദാൻ കെ ലേഖക് കോൻ ഹേ? ആരാണ് ഗോദാൻ കെ ലേഖക്? പ്രേംചന്ദ്. ഗോദാൻ കെ ലേഖക് പ്രേംചന്ദ്. ഇനി കാമായനി കെ രചയിത ആരാണ്? ജയശങ്കർ പ്രസാദ്. കാമായനി കെ രചയിത കോൻ ഹേ? ജയശങ്കർ പ്രസാദ്. സാകേത് കിസ്കി രചന ഹേ? സാകേത് കിസ്കി രചന ഹേ? ആരുടെ രചനയാണ്? സാകേത് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ രചനയാണ്. മധുശാല കെ കവി കോൻ ഹേ? മധുശാല കെ കവി ഹരിവംശ റായ് ബച്ചനാണ്. രാമചരിതമാനസ് കെ രചയിത കോൻ ഹേ? രാമചരിതമാനസ് എഴുതിയത് തുളസീദാസ് ആണ്. പത്മാവത് കിസ്കി രചന ഹേ? പത്മാവത് മാലിക് മുഹമ്മദ് ജായസി. പത്മാവത് ആരുടെ രചനയാണ്? മാലിക് മുഹമ്മദ് ജായസിയുടേതാണ്. സൂർ സാഗർ കെ രചയിത കോൻ ഹേ? സൂർ സാഗർ കെ രചയിത കോൻ ഹേ? സൂർദാസ്. സൂർ സാഗർ കെ രചയിത സൂർദാസ്. അടുത്തത് കബീർ കിസ് ഭക്തിധാര സെ സംബന്ധിത് ഹേ? കബീർ ഏത് ഭക്തിധാരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിർഗുണ ഭക്തി. നിർഗുണ ഭക്തിധാരയിലാണ് കബീർ ദാസ് വരുന്നത്. ഛായാവാദ് കെ പ്രമുഖ കവി കോൻ ഹേ? ഛായാവാദ് കെ പ്രമുഖ കവി പ്രസാദ്, പന്ത്, നിരാല, മഹാദേവി വർമ്മ. ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദ് പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ. ഇവരാണ് ഛായാവാദിലെ പ്രമുഖരായിട്ടുള്ള കവികൾ. അടുത്തത് രശ്മി രഥി കെ രചയിത കോൻ ഹേ? രശ്മി രഥി കെ രചയിത രാംധാരി സിംഗ് ദിനകർ. അടുത്ത ഹിന്ദി വ്യാകരണത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സന്ധി കിത്തനെ പ്രകാർ കി ഹോത്തി ഹേ? സന്ധി എത്ര പ്രകാരമുണ്ട്? 3 പ്രകാരം. സ്വര, വ്യഞ്ജൻ, വിസർഗ്. അടുത്തത് സമാസ് കെ മുഖ്യ കിത്തനെ ഭേദ്? സമാസ് കെ മുഖ്യ കിത്തനെ ഭേദ്? 6 ആണ്. രാജ്പുത്ര കോൺസ സമാസ് ഹേ? രാജ്പുത്ര കോൺസ സമാസ്? തത്പുരുഷ് സമാസ്. ദിൻ രാത് കോൺസ സമാസ് ഹേ? ദ്വന്ദ്വ സമാസ്. पीताम्बर कौन सा समूह है? बहुव्रीहि समास. जलज का अर्थ क्या है? जलज का अर्थ कमल, कमल. नर का स्त्रीलिंग? नर का स्त्रीलिंग नारी. कवि का बहुवचन क्या है? कविയുടെ ബഹുവചനം കവി തന്നെയാണ്. രാം ने फल गाया में कर्ताव कौन है? രാം ने फल गाया में कर्ता കോൻ ഹേ? ഇവിടെ കർത്താവ് ആരാണ്? കർത്ത രാമ. ना कटना मुहावरे का अर्थ? ना कटना मुहावरे का अर्थ अपमान होना, अपमान होना. आंखों का तारा का अर्थ? आंखों का तारा का अर्थ अत्यंत प्रिय. आंखों का तारा का अर्थ अत्यंत प्रिय. जहाँ चाह वहाँ राह क्या है? ലോകോക്തി. ജഹാം ചാഹ് വഹാൻ രാഹ് എന്താണ്? ലോകോക്തിയാണ്. ഇനി പെഡഗോഗി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഭാഷാ ശിക്ഷൻ. ഭാഷ സീഖ്നെ കാ സർവോത്തम माध्यम क्या है? भाषा सीखने का सर्वोत्तम माध्यम संप्रेषण और प्रयोग. संप्रेषण और प्रयोग. भाषा शिक्षण का मुख्य उद्देश्य क्या है? भाषा शिक्षण का मुख्य उद्देश्य
भाषाई दक्षताओं का विकास. भाषा की 4 मूलभूत दक्षताएं कौन सी है? എന്തൊക്കെയാണ് ഭാഷ की 4 മൂലഭൂത ദക്ഷതാएं? सुनना, बोलना, पढ़ना, लिखना आदि. ഏതൊക്കെയാണ്? सुनना, बोलना, पढ़ना, लिखना. पठन कौशल का उद्देश्य क्या है? पठन कौशल का उद्देश्य अर्थ ग्रहण करना. पठन कौशल का उद्देश्य क्या है? अर्थ ग्रहण करना. അടുത്ത ക്വസ്റ്റ്യൻ, लेखन कौशल विकसित करने का सर्वोत्तम उपाय क्या है? നിയമിത ലേഖൻ അഭ്യാസ്. ലേഖൻ അഭ്യാസിലൂടെയാണ് ലേഖൻ കൗശൽ വികസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത്. അടുത്തത്, സതത് ഏവം വ്യാപക മൂല്യാങ്കൻ CCE കോ കരിക്കുലർ ആക്ടിവിറ്റിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്? സമഗ്ര വികാസ്. സതത് ഏവം വ്യാപക मूल्यांकन का उद्देश्य है समग्र विकास. रचनावाद कंस्ट्रक्टिविज्म के प्रमुख प्रतिपादक कौन है? रचनावाद ആരാണ്? പിയാഷെ. भाषा अधिगम में त्रुटियां क्या दर्शित है? എന്താ? सीखने की प्रक्रिया. कक्षा में मातृभाषा का प्रयोग क्यों आवश्यक है? बेहतर समझ के लिए. എന്തിനാണ്? बेहतर समझ के लिए. भाषा शिक्षण में गतिविधि आधारित अधिगम का उद्देश्य क्या है? എന്താണ്? सक्रिय सहभागिത. सक्रिय सहभागिത. അടുത്തത്, അതുപോലെ തന്നെ മനോവിജ്ഞാൻ ഏവ ശിക്ഷാക്ഷേത്രത്തിൽ ബുദ്ധി പരീക്ഷൻ ഹെ ജനക് കോൻ ഹെ? ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് കാ സിദ്ധാന്ത് കിസ്നെ ദിയ? ജോൺ ഡ്യൂയി ആണ്. ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണ്? അത് തോണ്ടേക്കിൻ്റെയാണ് കേട്ടോ. ട്രയൽ ആൻഡ് എറർ തിയറിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് തോണ്ടേക്കിൻ്റെ. അടുത്തത്, ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ആരുടെയാണ്? പാവലോവ്. ട്രയൽ ആൻഡ് എറർ തിയറി, ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഒക്കെ എപ്പോഴും കേട്ടറ്റിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, അത് ഓർത്തിരിക്കണം. ട്രയൽ വെച്ച് തോണ്ടേക്ക്, ക്ലാസിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ പാവലോവ്. അടുത്തത്, ഒപ്പേരൻ കണ്ടീഷനിങ് തിയറി കിസ്കി ഹെ? സ്കിന്നറിൻ്റേതാണ്. ഒപ്പേരൻ കണ്ടീഷനിങ് തിയറി ആരുടെയാണ്? സ്കിന്നർ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി കിസ്നെ ദി ഹെ? ഹവാർഡ് ഗാർഡനർ. ഗാർഡനറിൻ്റേതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് കിസ്സെ സംബന്ധിത് ഹെ? ആരുടെയാണ്? വൈഗോസ്കി. ZPD. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPD ആരുടെയാണ്? വൈഗോസ്കി. किशोरावस्था की आयु सामान्यतः क्या मानी जाती है? किशोरावस्था की आयु सामान्यतः क्या मानी जाती है? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? എത്രയാണ്? 11 to 19 ആണ്. सीखने को प्रभावित करने वाला प्रमुख कारक क्या है? എന്താണ്? मोटिवेशन. अभिप्रेरणा. सीखने को प्रभावित करने वाला प्रमुख कारक अभिप्रेरणा, मोटिवेशन. അടുത്തത്, समावेशी शिक्षा का उद्देश्य क्या है? समावेशी शिक्षा का उद्देश्य सभी बच्चों को समान अवसर. सभी बच्चों को समान अवसर. അടുത്താണ്, NCF 2005 किस पर बल देता है? എന്തിനാണ്? ബാൽ കേന്ദ്രിത ശിക്ഷ. NCF 2025 എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബാൽ കേന്ദ്രിത ശിക്ഷ. ब्लूम्स टैक्सोनमी का सर्वोच्च स्तर कौन सा है? സൃജൻ, ക്രിയേറ്റ്. ബ്ലൂംസ് ടാക്സോണമിയുടെ ഏറ്റവും ഉയർന്ന തലം എന്താണ്? അത് സൃജൻ, ക്രിയേറ്റ്. ഭാഷാ ശിക്ഷൻ में പോർട്ട്ഫോളിയോ का उपयोग किस के लिए किया जाता है? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷാ ശിക്ഷനിൽ പോർട്ട്ഫോളിയോയുടെ ഉപയോഗം എന്ന് ചോദിച്ചാൽ പ്രഗതി കാ ആകലൻ. പ്രഗതി കാ ആകലൻ. അടുത്തത്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കാ ഉദ്ദേശ്യ. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കാ ഉദ്ദേശ്യ सीखने में सुधार. सीखने में सुधार. डायग्नोस्टिक टेस्ट का उद्देश्य क्या है? डायग्नोस्टिक टेस्ट का उद्देश्य सीखने की कठिनाइयों को पहचानना. എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ലക്ഷ്യം? സീഖ്നേക്ക്, അതായത് പഠനത്തിലുള്ള അവൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, വീണ്ടും
ഗബൻ കെ ലേഖക, ഗോദാൻ്റെ ലേഖകനും ആരാണ്? പ്രേംചന്ദ്. ഗബൻ്റെ ലേഖക പ്രേംചന്ദ്. നിർമ്മല ഉപന്യാസ കിസ്നെ ലിഖ? പ്രേംചന്ദ്. നിർമ്മല നാമക ഉപന്യാസ പ്രേംചന്ദിൻ്റെ ഒരു പ്രസിദ്ധമായ ഉപന്യാസമാണല്ലേ നിർമ്മല. ഗോദാൻ, ഗബൻ, നിർമ്മല ഇതൊക്കെ ആരുടെയാണ്? പ്രേംചന്ദിൻ്റേതാണ്. അടുത്തത് യാമ മഹാകാവ്യ സംഗ്രഹയ്ക്ക് രചയിത. യാമ എന്ന് പറയുന്ന കാവ്യസംഗ്രഹത്തിൻ്റെ രചയിതാവ് ആരാണ്? മഹാദേവി വർമ്മയാണ്. അടുത്തത് പരിമൾ കെ കവി കോൻഹെ. പരിമൾ കെ കവി ആരാണ്? സൂര്യകാന്ത് ത്രിപാഠി നിരാല. പരിമൾ എഴുതിയത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഭാരത് ഭാരതി കിസ്കി രചന ഹേ? ഭാരത് ഭാരതി ആരുടെ രചനയാണ്? മൈഥിലി ശരൺ ഗുപ്ത്. ഭാരത് ഭാരതി ആരുടേതാണ്? മൈഥിലി ശരൺ ഗുപ്ത്. ആഷാഢ് കാ ഏക് ദിൻ കെ ലേഖക. ആഷാഢ് കാ ഏക് ദിൻ എഴുതിയത് ആരാണ്? അത് എഴുതിയത് മോഹൻ രാഗേഷാണ്. ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് ഹേ. കഫൻ കഹാനി കെ ലേഖക. കഫൻ ആരുടെയാണ്? അതും പ്രേംചന്ദിൻ്റെയാണ്. പ്രേംചന്ദിൻ്റെ കഹാനിയാണ് എന്ത്? കഫൻ എന്ന് പറയുന്നത്. ദോ ബൈലോങ്കി കഥ കിസ്നെ ലിഖി? ദോ ബൈലോങ്കി കഥ ആരാണ് എഴുതിയത്? പ്രേംചന്ദാണ് എഴുതിയത്. പഞ്ചപരമേശ്വർ കഹാനി കെ ലേഖക. പഞ്ചപരമേശ്വർ കഹാനി എഴുതിയത് ആരാണ്? പ്രേംചന്ദാണ് കേട്ടോ. ഇനി ഹിന്ദിക്ക് പ്രഥമ കവി കിസെ മാന ജാത്ത ഹേ? ഹിന്ദിയിലെ ആദ്യ കവി എന്ന് പറയുന്നത് ആരെയാണ്? ചന്ദബർദായി. അടുത്തത് വ്യാകരണാണ്. വർണ്ണ കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹേ? വർണ്ണ എത്ര പ്രകാരമുണ്ട്? സ്വരവർണ്ണനുണ്ട്, വ്യഞ്ജൻ വർണ്ണനുണ്ട്. ഹിന്ദി വർണ്ണമാലാമേം സ്വർ കിത്തനെ ഹേ? എത്രയുണ്ട്? 11. ഇനി വ്യഞ്ജൻ എത്രയാണ്? അത് 33 ആണ്. പരമ്പരാഗത രൂപസെ എന്ന് പറയുന്നു 33. ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ലെറ്റേഴ്സിലൊക്കെ നമുക്ക് കുറേ എന്താ പറയുന്നത് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അധർമ്മമേം കോൺസ ഉപസർഗ? അധർമ്മമിലെ ഉപസർഗം എന്ന് പറയുന്നത് എന്താണ്? ആയാണ്. സുശീൽ മേം കോൺസ ഉപസർഗ? സു ആണ് കേട്ടോ. ഇനി മാനവതാമേം പ്രത്യയ കോൺസ ഹേ? താ. മാനവ് അധിക് താ. അപ്പോൾ അവിടുത്തെ പ്രത്യയം താ. അടുത്തത് മിത്രതാമേം പ്രത്യയ കോൺസ ഹേ? ഏതാണ്? തായാണ്. പുസ്തകാലയമേം കോൺസ പ്രത്യയ? ആലയ. പുസ്തകാലയത്തിലെ പ്രത്യയം എന്ന് പറയുന്നത് എന്താണ്? ആലയ. ജൽ അധിക് പാൻ കാ സന്ധി രൂപ് ക്യാ ഹോഗ? ജൽ അധിക് പാൻ ജലപാൻ. ജലപാനാണ് കേട്ടോ. വിദ്യ അധിക് ആലയ കാ സന്ധി രൂപ് വിദ്യാലയ. വിദ്യ അധിക് ആലയ വിദ്യാലയ. അടുത്തത് സൂര്യ കാ പര്യായവാചി ക്യാ? സൂര്യൻ്റെ പര്യായവാചിയാണ് രവി, സൂരജ് ആദി. ചന്ദ്രമ കാ പര്യായവാചി ശശി അല്ലേ? ശശിയാണ് ചന്ദ്രമ, ചാന്ത്. ജൽ കാ പര്യായവാചി ക്യാ ഹേ? നീർ, നീർ പാനി ആദി. अंधकार का विलोम क्या है? अंधकार का विलोम प्रकाश. सत्य का विलोम, सत्य का विलोम शब्द क्या है? असत्य. लाभ का विलोम क्या है? हानि. उन्नति का विलोम अवनति. नवीन का विलोम प्राचीन. शांति का विलोम अशांति. स्वर्ग का विलोम क्या है? നരക. സ്വർഗ നരക. ഇനി ഭാഷാശിക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഭാഷാ ശിക്ഷൻ കാ പ്രഥമ ചരൺ കോൺസാ ഹേ? ഭാഷാ ശിക്ഷൻ കാ പ്രഥമ ചരൺ എന്ന് പറയുന്നത് ശ്രവൺ കൗശൽ, ശ്രവണാണ്. ഭാഷാ സീഖ്നെ മേം സബ്സെ പഹലെ കോൺസാ കൗശൽ വികസിത് ഹോത്താ ഹേ? എവിടെയാണ്? സുനന. भाषा सीखने में सबसे पहले कौन सा कौशल विकसित होता? सुनना. भाषा प्रयोगशाला का मुख्य उद्देश्य क्या है? ഭാഷാ പ്രയോഗശാലയുടെ മുഖ്യ ഉദ്ദേശ്യം എന്താണ്? ശ്രവൺ ഏവം ഉച്ചാരൺ കൗശൽ കാ വികാസ്. ലാംഗ്വേജ് ലാബ് എന്തിനാണ്? ശ്രവൺ ഏവം ഉച്ചാരൺ കൗശൽ കാ വികാസ്. ഭാഷാ ശിക്ഷൻ മേം പരിയോജന പദ്ധതി കിസ്നെ ദി? ആരാണ്? ഗിൽ പൈട്രിക് ആണ് നൽകിയത്. ഭാഷാ ശിക്ഷൻ മേം കഹാനി വിധി കാ ലാഭ് ക്യാ ഹോത്താ ഹേ? ഭാഷാ ശിക്ഷനിൽ കഹാനി വിധി എന്താണ് അതിൻ്റെ ഗുണം?
रुचि और कल्पना शक्ति का विकास, रुचि और कल्पना शक्ति का विकास. ഇനി ഉപചാരാത്മക ശിക്ഷൻ റെമഡിയൽ ടീച്ചിങ് का ഉദ്ദേശം എന്താണ്? സീഖ്നെ കി കമിയോं को दूर करना. ഉപചാരാത്മക ശിക്ഷ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലേ, നമ്മൾ പഠനത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ചോദിച്ചാൽ എന്താ നമുക്കറിയാം, സീഖ്നെ കി കമിയോं को दूर करना. ഭാഷാ ശിക്ഷൻ में മൂല്യാങ്കൻ का उद्देश्य क्या है? മൂല്യാങ്കൻ്റെ ഉദ്ദേശം എന്താണ്? अधिगम के प्रगति जानना, अधिगम की प्रगति जानना. सतत मूल्यांकन का अर्थ क्या है? എന്താണ് നിരന്തർ മൂല്യാങ്കൻ? സതത മൂല്യാങ്കൻ का अर्थ നിരന്തർ മൂല്യാങ്കൻ എന്നാണ്. ഇനി ഭാഷാ ശിക്ഷൻ में സഹപാഠി അധികം അഥവാ പീർ ലേണിങ്ങിൻ്റെ ലാഭം എന്താണ്? എന്താ? സഹയോഗാത്മക അധികം, സഹയോഗാത്മക അധികം. അടുത്തത് ഭാഷാ കക്ഷാമേ പ്രശ്ന പൂछने का उद्देश्य क्या है? എന്താണ് ഭാഷാ കക്ഷാമേ പ്രശ്ന पूछने का उद्देश्य? ചിന്തൻ ഏവം സഹഭാഗിത ബഡാന, ചിന്തൻ ഏവം സഹഭാഗിത ബഡാന. അടുത്തത് ഐക്യു का पूर्ण रूप इंटेलिजेंस क्वोशिएंट. ആൻഡ് सीखने का वक्र किसने प्रस्तुत किया? തോണ്ടേക്ക്. ലേണിംഗ് കർവ് കൊണ്ടുവന്നത് തോണ്ടേക്ക്. പ്രേരണ के बिना अधिगम कैसे होगा? कम प्रभावी. അടുത്തത് व्यक्तिगत भिन्नताओं को ध्यान में रखना किस शिक्षा का आधार है? बाल केंद्रित शिक्षा. सृजनात्मकता का संबंध किससे है? नवीन विचारों से. അടുത്തത് पियाजे के अनुसार സജ്ഞാനാത്മക വികാസ് കെ കിത്തനെ ചരൺ ഹേ? 4. പിയാഷയുടെ അടിസ്ഥാനത്തിൽ സജ്ഞാനാത്മക വികാസത്തിൽ എത്ര ചരണമുണ്ടെന്ന് ചോദിച്ചാൽ 4. വൈഗോസ്കിനെ കിസ് പർ ബൽ ദിയ? വൈഗോസ്കി എന്തിനാണ് ബലം കൊടുത്തത്? സാമാജിക അധഃ ക്രിയ. ഗാർഡനർ കെ അനുസാർ ബുദ്ധി കിത്തനെ പ്രകാർ കി ഹോ സക്തി ഹേ? ബഹുവിധ, മൾട്ടിപ്പിൾ ആയിട്ടാണ്. समावेशी शिक्षा किसके लिए है? ആർക്ക് വേണ്ടിയാ? सभी बच्चों के लिए. ഇനി शिक्षा का मुख्य उद्देश्य क्या है? शिक्षा का मुख्य ഉദ്ദേശ്യമാണ് വ്യക്തിത്വ ഏവം സർവാംഗീണ വികാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓതേഴ്സിനെയും അവരുടെ ലിറ്ററേച്ചറും പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. പ്രേംചന്ദ്, ഗോദാൻ ഗബൻ, നിർമ്മല കഫൻ ആൻഡ് ബൈലോം കെ സാത്തി, മഹാദേവി വർമ്മയുടെ യാമ, സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ പരിമള്, മൈഥിലി ശരൺഗുപ്തിൻ്റെ സാകേത്, ഭാരത് ഭാരതി, തുളസീദാസ് രാമചരിതമാനസ്, സൂർദാസിൻ്റെ സൂർസാഗർ, കബീർദാസിൻ്റെ സാഖി, സബത്, റമൈനി, ദോഹാओं का संग्रह, മാലിക് മുഹമ്മദ് ജായസി, പത്മാവത്. പ്രേംചന്ദിൻ്റെ ഗോദാൻ ഗബൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഈ ഓതേഴ്സിൻ്റെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് കേട്ടറ്റിനൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ ജായസിയുടെ പത്മാവത്, ദിനകറിൻ്റെ രശ്മി രഥി, പിയാഷെ എന്തിനെക്കുറിച്ചാണ്? കൺസ്ട്രക്റ്റിവിസം. വൈഗോസ്കി ആണെങ്കിൽ ZPD, ഗാർണർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഡിവേ ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങളാണ്, കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ പ്രയോജനം? നിങ്ങൾ വീണ്ടും ഇത് കേട്ടാൽ മാത്രം മതി, ആരും കാണാതെ ഇരുന്ന് എഴുതി പഠിക്കുകയൊന്നും വേണ്ട. ക്വസ്റ്റ്യനും ആൻസറും 2-3 തവണ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് ഓപ്ഷൻ നോക്കി എത്താനായിട്ട് സാധിക്കും. കേട്ടിട്ടൊക്കെ എല്ലാവരും എഴുതിയെടുക്കണം. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കേട്ടിട്ട് നിർബന്ധമാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇത് ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.